അടക്കം കഴിഞ്ഞതും ശങ്കറിന്റെ കണ്ണുകൾ കുര്യച്ചനെ തേടി അലഞ്ഞു. അയാളെ അവിടെയെങ്ങും കാണാനില്ലായിരുന്നു. ശങ്കറിന് തൻ്റെ കുഞ്ഞിനെപ്പറ്റി അറിയാൻ അയാളല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ടെൻഷൻ ശ്രദ്ധിച്ച അന്ന അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ ശങ്കർ, നിന്റെ അപ്പച്ചനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ, എവിടെ പോയി? ആ, അറിയില്ല. അറിഞ്ഞിട്ടെന്തിനാ? എന്നെ നിന്നെയും കാണുന്നത് ഇഷ്ടമല്ല. പിന്നെ അപ്പച്ചൻ പാസം കൊണ്ട് ചെന്നാ കൊല്ലാനും മടിക്കില്ല. നീ അത് വിട്ടേക്ക്. വാ പോകാം. അതല്ല അന്ന, പ്രായം ചെന്ന മനുഷ്യനല്ലേ, വാശിക്ക് നമ്മൾ വഴങ്ങിയാൽ ചിലപ്പോ ഒന്നും സംഭവിക്കില്ല. എന്നേക്കാൾ ആരോഗ്യം അപ്പച്ചനുണ്ട്, പിന്നെ അപാര ധൈര്യവും. ഇനിയും ആ വീട്ടിൽ പോണ്ട, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. ഞാൻ ഒരു ചെറിയ വീട് വാങ്ങിയിട്ടുണ്ട്, മനുശങ്കർ നിലയം. നിന്റെ വീട്, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിന്റെ സ്വന്തം വീട്. ശങ്കർ മിഴിച്ചുപോയി. നോക്കണ്ട, അതിൽ എൻ്റെ മാത്രം അധ്വാനമാണ്. പണിയിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങി. നിന്റെ ഇഷ്ടങ്ങളനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. നിനക്ക് കാണണ്ടേ ശങ്കർ? വേണം, വേണോ അന്ന? നീ എനിക്കായി ഒരുക്കിയ സ്വർഗം എനിക്ക് കാണണം. അതിനു മുന്നേ എനിക്കൊരാഗ്രഹമുണ്ട്. നീ വാ, അപ്പച്ചനെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം. ശങ്കർ അവളുടെ കൈയും പിടിച്ച് നടന്നു. അയ്യപ്പൻ ഓടി വരുന്നത് കണ്ടതും അവർ പകച്ചു. എന്താടോ, എന്തു പറ്റി? അത് മുതലാളി എവിടേക്കോ പുറപ്പെട്ടു പോയി. എവിടേക്ക്? അറിയില്ല. കുറേ സാധനങ്ങൾ ബാഗിലാക്കി വീടും പൂട്ടി ഇറങ്ങിപ്പോയി. ഇനിയും എന്നെ അവിടെ കണ്ട കൊന്നു കളയുമെന്ന് പറഞ്ഞു. ആ, പോട്ടെ. അയ്യപ്പൻ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ വിളിക്കാം കേട്ടോ. അന്ന പറഞ്ഞു കാര്യങ്ങളൊക്കെ. സാരമില്ല കേട്ടോ, എല്ലാം ശരിയാകും. ഞങ്ങളൊന്ന് ആലോചിച്ച ശേഷം അയ്യപ്പനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ചെല്ല്, വെറുതെ കൂടുതൽ ടെൻഷൻ ആകണ്ട. അപ്പച്ചൻ ഇങ്ങ് വന്നോളും. ശങ്കർ പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് അവൻ്റെ പോക്കറ്റിൽ തിരുകി. അയ്യോ വേണ്ട സാർ, വേണ്ടത് മേഡം തരാറുണ്ട്. ഇത് മേഡം തന്നാണെന്ന് കരുതിക്കോ, കാരണം ഞങ്ങൾ രണ്ടല്ല, ഒന്നാ. ശങ്കർ ചിരിച്ചതും അന്ന അവനെ തിളക്കത്തോടെ നോക്കി. മേഡം നല്ലതാ, മേഡത്തിന് നല്ലതേ വരൂ. ശങ്കർ അന്നയെയും കൂട്ടി നേരെ പോയത് ടൗണിലെ ഒരു തുണിക്കടയിലേക്കാണ്. എന്താ ശങ്കർ ഇവിടെ? അതൊക്കെയുണ്ട്, വാ. അവൻ അവൾക്ക് വേണ്ടി വിവിധ തരം ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നത് അതിശയത്തോടെയാണ് അവൾ നോക്കി നിന്നത്. കൂട്ടത്തിലെടുത്ത മാമ്പഴ കളർ സാരി അവൾക്ക് നേരെ നീട്ടി. ഇത് ഇഷ്ടായോ? ആ, ഒരുപാട് ഇഷ്ടായി. എങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യിക്കാം. എന്തിനാ ശങ്കർ? എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാ സ്റ്റിച്ച് ചെയ്യുന്നത്. ആ, അത് നല്ലതാ, പക്ഷേ നമുക്കിത് ഇവിടെ തന്നെ ചെയ്യിക്കാം. ശങ്കർ തന്നെ എമർജൻസി സെൻറ്ററിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ചു. അവൻ്റെ പ്ലാൻ എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. സ്റ്റിച്ചിങ് അടക്കുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, അന്ന, നീ ഇവിടെ ഇരിക്ക്. സ്റ്റിച്ചിങ് കഴിയുമ്പോൾ പായ്ക്ക് ചെയ്ത് വാങ്ങി നിൽക്ക്. ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. അയ്യോ, എവിടെ പോവാ ശങ്കർ? ഇപ്പോൾ വരാടാ. ശങ്കർ ചിരിയോടെ ഇറങ്ങി നടന്നു. അവൻ്റെ മുടന്തിയുള്ള നടപ്പ് അവളുടെ നെഞ്ചുലച്ചു. സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോഴേക്ക് ശങ്കർ തിരികെ എത്തി. പോകാമെന്ന? എവിടേക്കാ ശങ്കർ? വീട്ടിലേക്കല്ലേ? അല്ലന്ന, നീ വാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ശങ്കർ അവളെ കൂട്ടിപ്പോയത് അടുത്തുള്ള 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. തണുപ്പ് നിറഞ്ഞ റൂമിലെത്തിയതും അന്നയുടെ മനസ്സും ശരീരവും ഒരുപോലെ കുളിർന്നു. അവളുടെ മനസ്സ് പഴയ അന്നയിലേക്ക് പാഞ്ഞു. ശങ്കറിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കാൻ അവളുടെ ഉള്ള് വല്ലാതങ്ങ് കൊതിച്ചുപോയി. അവൾ പ്രണയത്തോടെ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലും അതേ ഭാവം തന്നെയായിരുന്നു. അന്ന, വേഗം കുളിച്ച് റെഡിയായി വാ. ശങ്കർ, അവളുടെ സ്വരത്തിൽ വിറയൽ പടർന്നു.
ശങ്കർ അവളുടെ ഷോൾഡറിൽ കൈവച്ചു തൻ്റെ നേരെ തിരിച്ചു നിർത്തി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അന്ന, നമ്മൾ ഏറെ കൊതിച്ചൊരു ജീവിതമില്ലേ? നിന്റെ ഈ ജീവിതത്തിൽ നീ ഏറെ കൊതിച്ചൊരു നിമിഷമില്ലേ? ഇനിയും അത് വൈകിക്കൂടാ. ഇനിയും നമ്മുടെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും വെറുതെ പാഴാക്കിക്കൂടാ. എനിക്ക് നിന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിതം തുടങ്ങണമെന്നാ. എനിക്കിനിയും ക്ഷമയില്ല. അതിൻ്റെ മുന്നൊരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. വേഗം കുളിച്ചു വന്ന് ഞാൻ നിനക്കായി വാങ്ങിയ സാരി ഞൊറിഞ്ഞൊടുത്തുവാ. അവൻ്റെ കൈകൾ അവളുടെ കവിളിനെ തഴുകി. നിറഞ്ഞ സന്തോഷം അടക്കാനാകാതെ അവൾ തലയനക്കി. പിന്നെ ബാത്റൂമിലേക്ക് കയറി. അന്ന, സാരി അത് ഞാൻ ഇവിടെ വന്ന് ഉടുത്തോളാം ശങ്കർ. അയാൾ ഒന്ന് ഞെട്ടി. പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിക്ക് വല്ലാത്തൊരു തിളക്കമായിരുന്നു. കുളിച്ചിട്ട് അണ്ടർസ്കർട്ടും ബ്ലൗസും മാത്രം ഇട്ട് വരുന്ന അവളെ അവൻ നോക്കിയിരുന്നു പോയി. വർഷങ്ങൾക്ക് ശേഷം കാണുന്ന തൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യം അവൻ്റെ ഉള്ളിൽ തുള്ളിക്കുതിച്ചു. പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തി. അവൻ്റെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. ശങ്കർ, കുളിക്കുന്നില്ലേ? ആ, അവൻ മറുപടി പറഞ്ഞു. വെളുത്ത ആലില വയർ, ഇന്നും ആ പഴയ സൗന്ദര്യം. അവൻ്റെ കണ്ണുകൾ അവളിൽ അലഞ്ഞു നടന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൾ സാരി കയ്യിലെടുത്തു. ചുറ്റാൻ തുടങ്ങി. അവളുടെ ചലനങ്ങൾ നോക്കി അവൻ കണ്ണെടുക്കാതെ ഇരുന്നു. സാരി ചുറ്റിത്തീർന്ന അവൾ മുടിയിലെ കെട്ടഴിച്ചു. മുന്നോട്ട് കുനിഞ്ഞ് മുടി തുവർത്തി. അവളുടെ കഴുത്തിലേക്ക് പാഞ്ഞ കണ്ണുകളെ അടക്കി നിർത്താൻ അവനായില്ല. കഴുത്തിലെ രോമങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ. അവൻ വെള്ളമിറക്കിപ്പോയി. അവൾ മുടി കോതി പിന്നിലേക്ക് വീശിയതും മുഖത്തേക്ക് തെറിച്ച വെള്ളത്തുള്ളികൾ. അവൻ്റെ ഹൃദയം ഒരു നിമിഷം മിടിക്കാൻ മറന്നുപോയി. ശങ്കർ, ഞാനിപ്പോൾ റെഡിയാകുവേ. വേഗം വാ ശങ്കർ. ക്ഷമ നശിച്ചതുപോലെ അവൾ കണ്ണാടിയിൽ നോക്കി പറഞ്ഞു. അവൻ മെല്ലെ എണീറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ പിന്നിൽ നിന്നവൻ വയറ്റിലൂടെ കൈചുറ്റി. അവളുടെ ഉടൽ വിറച്ചുപോയി. അന്ന, അവൻ്റെ പതിഞ്ഞ ശബ്ദം കാതിൽ കുളിർമഴയായി. എൻ്റെ പെണ്ണിൻ്റെ സൗന്ദര്യം ഒട്ടും മങ്ങിയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അവളുടെ മുഖം ചുവന്നുപോയി. കണ്ണാടിയിൽ കൂടി അവൾ അവനെ നോക്കി. തോളിൽ താടി ഊന്നി അവൻ അവളെ നോക്കി. എന്തു ഭംഗിയാ അന്ന. എനിക്ക് നിന്നിൽ അലഞ്ഞു നടക്കാൻ കൊതി തോന്നുന്നു. പക്ഷേ അതിനു മുൻപ് ചെയ്തു തീർക്കാൻ എനിക്ക് കുറച്ച് കടമകളുണ്ട്. അതുവരെ മാത്രം ഞാൻ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. അവൾ അവനെ സംശയത്തോടെ നോക്കി. പിന്നെ എന്തിനാ ഈ സാരി വാങ്ങിത്തന്നത്? അവൾ സംശയത്തോടെ ഓർത്തുപോയി. അവൻ തോളിൽ നിന്നും ഉയർന്നു. നനഞ്ഞ മുടി സൈഡിലേക്ക് നീക്കി. അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ മെല്ലെ പതിപ്പിച്ചു. പൊള്ളിയതുപോലെ പിടഞ്ഞു പോയവൾ. അത് തിരിച്ചറിഞ്ഞ അവൻ്റെ ഉള്ളിൽ വേലിയേറ്റം സംഭവിച്ചു. അടക്കി നിർത്തിയതൊക്കെ കടൽ പോലെ ഇളകി മറിയാൻ വെമ്പുന്നത് അവൻ തിരിച്ചറിഞ്ഞു. അവൻ മെല്ലെ തല ഉയർത്തി. അവളുടെ മുടിയെ വിരലിനാൽ തലോലിച്ചു. തുമ്പ് കെട്ടിയിട്ട് അവളെ നോക്കി. ഇന്ന് ഇങ്ങനെ മതി. പിന്നെ കൈ എത്തിച്ച് മുല്ലപ്പൂമാല എടുത്തു. അവളുടെ മുടിയിൽ ചാർത്തി. അതോടെ അതൊന്ന് പിടിച്ച് മണപ്പിച്ചു. നിന്നിലെ ഗന്ധമാണല്ലോ അന്ന ഈ മുല്ലപ്പൂമാലയ്ക്കും. അവൻ്റെ സ്വരം കുറുകി. നാണം വിരിയുന്ന ആ മുഖം കയ്യിലെടുത്തു. കണ്ണിലേക്ക് നോക്കി. അന്ന. അവൻ അവളെ നെഞ്ചിലേക്ക് ചായ്ച്ചു. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി അവൻ പറഞ്ഞു, ഞാൻ വേഗം റെഡിയായി വരാം. അവൾ മൂളി. അവൻ ബാത്റൂമിലേക്ക് കയറി.
എൻ്റെ ഈശോയെ, ഇനിയും ഞങ്ങളെ പിരിച്ചു കളയരുതേ. സ്വർഗം പോലും ഒന്നിച്ച് കീഴടക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. പ്രാർത്ഥനയോടെ അവൾ കുരിശു വരച്ചു. കുളിച്ചു വന്ന ശങ്കർ തോർത്തു മാത്രം ചുറ്റി ഇറങ്ങി വരുന്നത് കണ്ട് അന്ന കണ്ണ് മിഴിച്ചു. ശങ്കർ ചിരിയോടെ കണ്ണ് മേലേക്കുയർത്തി. അയ്യേ, ഈ ചെക്കന് നാണമില്ലേ? പിന്നെ ഞാൻ എന്തിനാ നാണിക്കുന്നേ? നീ കാണാത്തതൊന്നും അല്ലല്ലോ. അയ്യേ, അവൾ നാണത്തോടെ മുഖം പൊത്തി. ദേ അന്ന, അന്ന് കണ്ടതൊക്കെ തന്നെയാ ഇപ്പോഴും എന്നിലുള്ളത്. പിന്നെ ഇപ്പൊ എന്തിനാ ഈ നാണം? ശോ, ഈ ശങ്കർ! അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു. അവന്റെ നെഞ്ചിലെ തണുപ്പ് അവളുടെ കവൾ തൊട്ടറിഞ്ഞു. ആ നിമിഷം അതൊരു വല്ലാത്ത ഫീൽ തന്നെ അവൾക്ക് കൊടുത്തു. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. ആ നനുത്ത രോമം നിറഞ്ഞു നിൽക്കുന്ന നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി. ആ നെഞ്ചിലെ താളം കാതോർത്തു. ശങ്കർ, ഹൃദയതാളം വല്ലാതെ കൂടുന്നുണ്ടല്ലോ. അതെന്റെ അന്ന അടുത്തിങ്ങനെ നിൽക്കുന്നതിൻ്റെയാ. എനിക്ക് നമ്മുടെ പഴയ കാലം മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. നീ എല്ലാ അർത്ഥത്തിലും എൻ്റേതായ ആ നിമിഷം. പോ ശങ്കർ. നാണത്തോടെ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു പിടിച്ചു. എനിക്ക് ആ നിമിഷം തിരികെ വേണോ അന്ന? ശങ്കർ. ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ശരീരം ചൂട് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നങ്ങോട്ട് മാറിക്കേ, അല്ലെങ്കിൽ മനസ്സിൽ കരുതിയ കാര്യം ഇന്നും മുടങ്ങും. ദിവസങ്ങളോ മാസങ്ങളോ അല്ലെന്ന, വർഷങ്ങളായി ഞാൻ നിന്നെ അറിഞ്ഞിട്ട്, നിന്നിൽ അലഞ്ഞിട്ട്. എൻ്റെ മനസ്സിൻ്റെ പിടിവിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇവിടെ നിന്നാ ശരിയാകില്ല. നമുക്കിറങ്ങാം. പോയി വന്ന ശേഷം നിനക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ഇന്ന് തന്നെ ആരംഭിക്കാം. അവൾ അല്പം മൗനം പാലിച്ചു. ഉള്ളിൽ അലക്സിന്റെ മുഖം തെളിഞ്ഞു വന്നു. ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഇനിയും എൻ്റെ ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തില്ല. ദൃഢനിശ്ചയമെടുത്ത അവൾ അവനെ ഒന്നുകൂടി ഇറുകെ ചുറ്റിപ്പിടിച്ചു. നിന്റെ ഓർമ്മകളിൽ മാത്രം ഇത്രയും വർഷം ഞാൻ ജീവിച്ചു. ഇനി എനിക്കും കാത്തിരിക്കാൻ വയ്യ ശങ്കർ. അവളുടെ സ്വരം ഇടറിയതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ഒപ്പം മനസ്സും. ശങ്കർ, റെഡിയാക്, നമുക്കിറങ്ങാം. ശങ്കറിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അവൾ കണ്ണു തുടച്ച് അല്പം നീങ്ങി നിന്നു. ശങ്കർ പാക്കറ്റ് തുറന്നു. പുതിയ ഷർട്ടും മുണ്ടും എടുത്തു. ആഹാ, ഇത് സൂപ്പറാണല്ലോ ശങ്കർ. ശങ്കർ മുണ്ട് മാറി ഉടുത്തതും അന്ന പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഇതുവരെ നാണം മാറിയില്ലേ? പോയിട്ട് വരട്ടെ, ഈ നാണമൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. ശങ്കർ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇന്നറെടുത്തു. കണ്ണാടിയിൽ ശങ്കറിന്റെ രൂപം കണ്ടവൾ പെട്ടെന്ന് മുഖം പൊത്തി. അയ്യേ, എൻ്റെ പഴയ ശങ്കർ അത്യാവശ്യം നാണമൊക്കെ ഉള്ളതായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ? പ്രായം കുറേയായി. ഇനിയിപ്പോ നാണിച്ചിരുന്ന നാണം കൊണ്ടിരുന്നു പോകും. പണ്ടത്തെ ശങ്കറിനെ ഇന്നിവിടെ പ്രതീക്ഷിക്കരുത്. ഇതിപ്പോ ന്യൂ വേർഷനാണ്. ആ, അതെനിക്ക് മനസ്സിലായി. ഷേ, പോവിടുന്ന്. മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എൻ്റെ ഈശോയെ, എൻ്റെ ശങ്കർ തന്നെയാണോ ഇത്? അതോ എനിക്ക് ആള് മാറിയോ? അതെന്താ അന്ന അങ്ങനെ ഒരു ഡൗട്ട്? അല്ല, ഇമ്മാതിരി വർത്താനമൊക്കെ എൻ്റെ ശങ്കറിന്റെ നാവിൽ നിന്ന് തന്നെയാണോ വരുന്നത്? അന്ന പറഞ്ഞതും ശങ്കർ പൊട്ടിച്ചിരിച്ചു. ഇനി എൻ്റെ അന്ന കൊച്ച് എന്തൊക്കെ കാണാനും കേൾക്കാനും ഇരിക്കുന്നു. ഇപ്പോഴേ ഈ ഡൗട്ടാണെങ്കിൽ അതൊക്കെ അറിയുമ്പോ എന്താകും അവസ്ഥ? അന്ന അവനെ കൂർപ്പിച്ചു നോക്കി. ശങ്കർ ചുണ്ടു കൂർപ്പിച്ച് ഉമ്മ പറത്തി. ലവ് യു. അത് കണ്ടതും അവൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല.
ഷർട്ടിടുന്ന അവൻ്റെ അരികിലേക്ക് നടന്ന് അവൻ്റെ ബട്ടൺ ഇട്ടു കൊടുത്തു. അവൻ അത് ശരിക്കും ആസ്വദിച്ചു. അവൾ ബട്ടൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അവൻ്റെ മുടി ബാഗിലേക്ക് ഒതുക്കി കൊടുത്തു. പിന്നെ ആ മുഖം പിടിച്ചു താഴ്ത്തി നെറ്റിയിൽ മുകർന്നു. എൻ്റെ ശങ്കർ വളരെ സുന്ദരനായിട്ടുണ്ട്. അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എൻ്റെ അന്നയും. ശിവപാർവതി ക്ഷേത്രം. ഇവിടെ വരാനാണോ ശങ്കർ ഈ ധൃതി മുഴുവൻ വെച്ചത്? പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം തുടങ്ങാനായിരുന്നു മോഹം, അല്ലേ? അവൻ ഒന്ന് ചിരിച്ചു. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ച് ക്ഷേത്രത്തിലേക്ക് കടന്നു. ശ്രീകോവിലിനുള്ളിൽ നോക്കി നിറഞ്ഞ കണ്ണുകൾ അടച്ചു പിടിച്ച് പ്രാർത്ഥനയോടെ നിന്നു. അന്ന അവനെ ഒന്ന് നോക്കിയ ശേഷം അവളും കണ്ണുകൾ അടച്ച് കൈകൂപ്പി. അവളുടെ പ്രാർത്ഥന നീളുമ്പോൾ കഴുത്തിലറിഞ്ഞ തണുപ്പിൽ അവൾ കണ്ണുകൾ തുറന്നു. ശങ്കർ! വിശ്വസിക്കാനാകാതെ അവൾ അവനെ വിളിച്ചു. പ്രാർത്ഥിച്ചോളൂ, മഹാദേവന്റെ അനുഗ്രഹം നമുക്കെന്നും ഉണ്ടാകും. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് അവളുടെ കാഴ്ചയെ മറച്ചു കളഞ്ഞു. തിരുമേനി കൊടുത്ത പ്രസാദത്തിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം തൊട്ടെടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിറങ്ങി. സന്തോഷിക്കേണ്ട സമയം എന്തിനാ അന്ന ഇങ്ങനെ കരയുന്നത്? ഇത് സന്തോഷം കൊണ്ടാ ശങ്കർ. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഒരിക്കലും, അതും ഇപ്പോ. അതൊന്നും ഓർക്കണ്ട. ഇത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്ന ഒരേ ഒരാഗ്രഹം. എൻ്റെ അന്നയ്ക്ക് എൻ്റെ പേര് കുത്തിയ താലി. അവളുടെ കഴുത്തിൽ നിന്നും താലി ഉയർത്തി അവൻ അതിലേക്ക് നോക്കി. അവരുടെ രണ്ടുപേരുടെയും മിഴികൾ ഒരുപോലെ നിറഞ്ഞു. അവൻ്റെ കയ്യിൽ നിന്നും ആ താലി വാങ്ങി അവൾ കണ്ണിൽ വച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ശങ്കറിൻ്റെ മാത്രമായല്ലേ? അത് ഇപ്പോൾ അല്ലല്ലോ അന്ന. നീ എന്നും ഈ ശങ്കറിൻ്റേത് മാത്രമാണ്. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു, നെറ്റിയിൽ ചുംബിച്ചു. ശ്രീകോവിലിനുള്ളിലിരുന്ന ശിവപാർവതി വിഗ്രഹങ്ങൾ തിളങ്ങി. അവരുടെ കൂടിച്ചേരൽ ക്ഷേത്രത്തിൽ നിറഞ്ഞ ഭക്തജനങ്ങൾ സാക്ഷ്യം വഹിച്ചു. എല്ലാവരുടെയും ചുണ്ടുകൾ ഒരുപോലെ ഉരുവിട്ടു. ദീർഘസുമംഗലീ ഭവ. കൂട്ടുകാരെ, ഇവിടെ അടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഇന്ന് സമാപനം. അതിൻ്റെ ഒരു പാട്ടും മേളവും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. സൺഡേ ഞങ്ങളുടെ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൺഡേ പൊങ്കാലയിടാൻ നോമ്പിലാണ്. സൺഡേ തുടങ്ങി 3 ദിവസം സ്റ്റോറിയിൽ കുറച്ച് വായനയും പാട്ടും ഒക്കെ കേട്ടെന്ന് വരാം. നിങ്ങൾ ക്ഷമിക്കുമല്ലോ, അല്ലേ? അപ്പോൾ ഇന്നത്തെ പാർട്ട് കേട്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ പോന്നോട്ടെ.